നെന്മാറ വക്കാവ് മാലിന്യ ശേഖരണ കേന്ദ്രം രോഗം പടർത്തുന്നുവെന്ന് പരാതി. നാട്ടുകാർ മാലിന്യ വണ്ടി തടഞ്ഞു. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് മാലിന്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം വേർതിരിക്കുന്ന കേന്ദ്രമാണിവിടെ. ഇവിടേക്ക് മാലിന്യം കൊണ്ടുവരരുത് എന്നും പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടരുന്നുവെന്നും കാട്ടിയാണ് നാട്ടുകാർ വാഹനം തടഞ്ഞത്. ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കോട്ടെ. ഞങ്ങൾ അവിടെ പോകുന്നില്ല, അല്ലെങ്കിൽ വണ്ടി അവിടെ നിന്നോട്ടെ, വണ്ടി നിന്ന് പോകണ്ട, അവധിയല്ലേ, എന്നാ അവിടെ നിന്ന് ഇരുന്നോട്ടെ. നാളെ കയറ്റിയാ നാളെ നമ്മൾ തീരുമാനം. ഇത്രയും കാലങ്ങൾ നമ്മൾ അനുഭവിക്കില്ല. ഒരു ദിവസം അവിടെ നമ്മളിൽ കിടക്കട്ടെ. ഇതിപ്പോ ഈ സാധനം ഇവിടെ ഇരിക്കുമ്പോൾ നെല്ലടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. ഞങ്ങളിവിടെ സംഘർഷത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ 50ഓളം പേർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമീർ ജാന്റെ നേതൃത്വത്തിലാണ് മാലിന്യം കയറ്റിവന്ന ട്രാക്ടർ തടഞ്ഞത്. പ്രദേശത്തെ കുടുംബങ്ങളിലെ രോഗങ്ങളെക്കുറിച്ച് പരിശോധന നടത്തുന്നതിന് പ്രത്യേക ക്യാമ്പ് നടത്തണമെന്നും മാലിന്യം പ്രദേശത്ത് നിന്ന് മാറ്റണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഇവിടെ കാലാകാലമായിട്ടുള്ള ഒരു മാലിന്യ പ്ലാന്റ് ഉണ്ട്. അത് വർഷങ്ങളായിട്ട് മാറി മാറി വരുന്ന ഭരണസമിതിയാണെങ്കിലും ശരി, മറ്റുള്ള ആളുകളാണെങ്കിലും ശരി, ഇവിടെ വാഗ്ദാനങ്ങളൊക്കെ നൽകും, ഫണ്ടുകൾ വയ്ക്കുന്നുണ്ട്, ലെഗസി പോകുന്നുണ്ട്, പ്ലാന്റ് മാറ്റാൻ വരെ ബോർഡ് തീരുമാനമൊക്കെ ഉണ്ടെന്ന് പറയല്ലാതെ ഇവിടെ വർഷങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്ന മാലിന്യം ഇപ്പോഴും അങ്ങനെ തന്നെ കെട്ടിക്കിടക്കുന്നുണ്ട്. 6 മാസം കൂടുമ്പോൾ ഈ ഭാഗത്ത് ഒരു ക്യാൻസറിൻ്റെ പേഷ്യൻ്റ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പക്ഷേ ഇത് മൂലമാണോ ചോദിച്ചാൽ അല്ല, പക്ഷേ ഇത് മൂലമാണോ ചോദിച്ചാൽ ആണ്. ഞങ്ങളുടെ ആവശ്യം 22 വാർഡാണ് ഇപ്പോൾ നിലവിൽ നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ. ആ 22 വാർഡിനെ സ്പ്ലിറ്റാക്കി 11 വാർഡിന് ഒരു പ്ലാന്റ്, 11 വാർഡിന് ഒരു പ്ലാന്റ്, അങ്ങനെ 2 പ്ലാന്റ് ആക്കുക. അത് മാത്രമല്ല, ഇവിടെ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന ലെഗസി മാലിന്യം പൂർണ്ണമായിട്ടും നീക്കം ചെയ്യണം. അതിന് ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറയല്ലാതെ ഫണ്ട് വെച്ച് അതിൻ്റെ DPC അംഗീകാരം പോയിട്ടില്ല. ആ DPC അംഗീകാരം പോയി വന്നാലേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും ബന്ധപ്പെട്ട ജനങ്ങൾക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. ആ ലെഗസി മാലിന്യം പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുക. അത് നീക്കം ചെയ്യാത്ത ഒരു സാഹചര്യമാണെങ്കിൽ വണ്ടി ഇവിടെ ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ തടയും. അതിന് തീരുമാനമാകുന്നവരെ ഇതേപോലെ സമരം ആയി മുന്നോട്ട് പോകും. മാറിമാനം ഏത് ഭരണസമിതിയാണ് ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ ആവശ്യമാണ്, അല്ലാതെ പാർട്ടി നോക്കിയിട്ടല്ല ഇവിടെ ഞങ്ങൾ സമരം ചെയ്യാറുള്ളത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ സമരം ചെയ്യാറുള്ളത്. കഴിഞ്ഞ ഭരണസമിതി സമരം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മുൻപ് ഭരണസമിതിയിൽ സമരം ചെയ്തിട്ടുണ്ട്, ഈ ഭരണസമിതിയിലും സമരം ചെയ്യുന്നുണ്ട്. ലെഗസി മാലിന്യം ഇവിടുന്ന് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ വ്യാപനത്തിൻ്റെ പഠനം കൂടെ നടത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സമീപത്തെ കിണറുകളിലെ വെള്ളത്തിൽ മാലിന്യം കലരുന്നതായും സമരക്കാർ പരാതിപ്പെടുന്നു. UTV ന്യൂസ്, പാലക്കാട്.